നമസ്കാരം. രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച മുന്നണി പോരാളികളായിട്ട് വന്നിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മറ്റൊരു വേർഷൻ ഇപ്പോൾ പുതിയതായിട്ട് രൂപം കൊണ്ടിരിക്കുന്നു. വനിതാ മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എന്ന പേരിൽ പുതിയൊരു വിഭാഗം പുതിയൊരു പോർക്കളമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അതായത് ഈ തൊട്ട് കഴിഞ്ഞ ദിവസം 26/2/2026 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ ഒരു പരാതി പോലെ കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. രാഹുൽ മാക്കൂട്ടം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനല്ലല്ലോ. പിന്നെ ഈ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യമായിരിക്കുന്നു? അപ്പോൾ അതിനകത്ത് കാര്യം വ്യക്തമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടമാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അതിശക്തനായിട്ടുള്ള നേതാവ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യഥാർത്ഥ ശബ്ദം പുറത്തേക്ക് വരുന്നത് രാഹുൽ മാക്കൂട്ടമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടായ ഒരു തരം കൃമികടി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത്, അല്ലേ? അതല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പോലും കൂടെ നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു മഹാനടിയാവാനായിട്ട് കേരളത്തിലൊരു മഹാനടനുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ നടൻ. അത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ലാലേട്ടൻ. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു നടിക്ക് അതിനകത്ത് അസൂയ പൂണ്ട് ആ നടി കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ വെച്ച് ഒരു വലിയൊരു അഭിനയം കാഴ്ചവെച്ചു. അതായത് മന്ത്രിക്കുപ്പായൊക്കെ ആണെങ്കിൽ പോലും കൂടെ പ്രതിപക്ഷത്തുള്ളവരുടെ ഒരു കരിങ്കൊടി കണ്ടപ്പോഴത്തേക്കും കഴുത്തൊടിഞ്ഞു വീണ് ICUലായ ഒരു സംഭവമൊക്കെ. എന്തായാലും ഓസ്കാർ അവാർഡിന് വേണ്ടിയിട്ട് അവർ അപേക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണെങ്കിലും ശരി, ആ നടിയുടെ ഈ നാടകത്തിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, എല്ലാ അർത്ഥത്തിലും നല്ല കുറിക്ക് കൊള്ളുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് ഇന്ന് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എത്രയൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം 10 ഇരട്ടി നല്ല ഗൗരവത്തിൽ, നല്ല ആർജവത്തോടു കൂടി, നല്ല പോയിൻ്റോടുകൂടി ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരള സമൂഹത്തെ, അല്ലെങ്കിൽ മലയാളി സമൂഹത്തെ, അല്ലെങ്കിൽ പിണറായിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള എല്ലാവരെയും നല്ല അതിശക്തമായിട്ട് ഉൾപ്ലവം കൊള്ളിച്ച് ഒരു പോസ്റ്റ് രാഹുൽ മാക്കൂട്ടം ഇട്ടതോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ശബ്ദമാണ് യഥാർത്ഥ ശബ്ദം എന്ന് മലയാളി സമൂഹം എടുത്തറിഞ്ഞു. കാരണം ആ ഒരു പോസ്റ്റിന് വന്നിരിക്കുന്ന വ്യൂസ് ഒന്ന് നോക്കണം. ഏകദേശം 2.2 മില്യൺ വ്യൂസാണ് ടോട്ടൽ കയറി വന്നിരിക്കുന്നത്. അതായത് 22 ലക്ഷം പേരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പോസ്റ്റ് കണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കേരളത്തിൽ ഏത് കോൺഗ്രസ് നേതാവിനാണ് അത്രയും സപ്പോർട്ടുള്ള ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു പോസ്റ്റിന് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരം, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഉറക്കം കെടുക്കുന്നത്. അപ്പോൾ രാഹുൽ മാക്കൂട്ടം പല സന്ദർഭത്തിലും നമുക്കറിയാം, രാഹുൽ മാക്കൂട്ടത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെങ്കിൽ പോലും കൂടെ രാഹുൽ മാക്കൂട്ടം അന്ന് തന്നെ അതിശക്തമായിട്ട് ഹൃദയത്തിൽ തൊട്ട ഒരു വാചകം പറഞ്ഞിരുന്നു. കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കാനായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് എന്നെ പുറത്താക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചെറുപ്പകാലം മുതൽ മനസ്സിലാക്കി വന്നിട്ടുള്ള കോൺഗ്രസ്സാണ് എൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കണമെങ്കിൽ അത് ഈ ലോകത്ത് ഞാൻ തന്നെ തീരുമാനിക്കണം എന്ന് രാഹുൽ മാക്കൂട്ടം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിനകത്തും ഇന്നും 100% കോൺഗ്രസ്സുകാരനായിട്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഓരോ സംഭവങ്ങൾ വരുമ്പോഴും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. അതായത് മന്ത്രി വീണ ജോർജിൻ്റെ കോമാളിത്തര അഭിനയത്തിനെതിരെ അതിശക്തമായിട്ട് രാഹുൽ മാക്കൂട്ടം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അത് 22 ലക്ഷം പേര് ഇതിനോടകം കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ മനുഷ്യൻ്റെ അംഗീകാരം അത് തന്നെ ആ മനുഷ്യൻ പറഞ്ഞത് തന്നെയാണ് ബാക്കിയുള്ള ഓരോരുത്തരും ഏറ്റു പറയുന്നത്. കോൺഗ്രസിൻ്റെ ഏത് നേതാക്കന്മാരും ഏറ്റു പറയുമ്പോൾ ഈ രാഹുൽ മാക്കൂട്ടം പറഞ്ഞതിൻ്റെ പിൻപറ്റിയാണ് ബാക്കിയുള്ളവർ പറയേണ്ടി വരുന്നത്. അപ്പോഴേക്കും ഇവിടെയുള്ള പലർക്കൊരു ധാരണ വന്നു, ഇനിയും ഇയാളെ
കോൺഗ്രസ്സുകാർ എങ്ങനെയാണെങ്കിലും തോളിലേറ്റാൻ സാധ്യതയുണ്ടല്ലോ. അതിനിങ്ങനെ ഒരു ഉൾപ്രേരണയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ മാധ്യമ കൂട്ടായ്മ എന്ന പേരിൽ ചില വൈറ്റാട്ടികളായിട്ടുള്ള, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അതായത് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പീഡന പരാതി കൊടുത്തിരിക്കുന്ന ഏതോ പരാതിക്കാരികളുടെ മുൻകാല സുഹൃത്തുക്കളൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ആ വിവരണങ്ങളൊക്കെ ചോർത്തിയെടുക്കുകയും അതിനുശേഷം അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുകയും ഞാനേ കണ്ടുള്ളൂ, അതുപോലെ തന്നെ അവർ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് കരയുന്നു, അവർക്ക് ഗർഭമുണ്ടാക്കി കൊടുത്ത കുട്ടികൾ സ്വർഗത്തിലിരുന്നുകൊണ്ട് കരയുന്നു, അതിനിടയ്ക്ക് ലവ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സന്ദേശങ്ങളൊക്കെ എഴുതി അത് മുഖ്യമന്ത്രിയുടെ ചായക്കോപ്പയിലൊക്കെ കൊടുപ്പിച്ച് മുഖ്യമന്ത്രിയെ കൊണ്ട് പിടിപ്പിച്ച് അതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ച് ചില വനിതാ മാധ്യമ പ്രവർത്തകർ എന്ന ലേബലിൽ അറിയപ്പെട്ട് അതിൻ്റെ പേരിൽ വല്ല അവാർഡൊക്കെ വാങ്ങിയെടുക്കാൻ പറ്റുമെങ്കിൽ ആ അവാർഡും വാങ്ങിയെടുത്ത് അതിലൊക്കെ ഉൾപ്പുളകം കൊള്ളുന്ന ചില വനിതാ മാധ്യമ പ്രവർത്തകർ കൂടി ചേർന്നുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റിന് കത്തയച്ചിരിക്കുകയാണ്. കാരണം എങ്ങാനും രാഹുൽ മാക്കൂട്ടം കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നാലോ എന്നുള്ളൊരു ഭയം അല്ലേ. നിങ്ങൾ എത്ര കിടന്നുകൊണ്ട് മെഴുകിയാലും മെഴുക്ക് മാത്രമേ നടക്കുള്ളൂ. രാഹുൽ മാക്കൂട്ടം ഇന്ന് കോൺഗ്രസിൻ്റെ യഥാർത്ഥ ശബ്ദമാണ്. കോൺഗ്രസിൻ്റെ വികാരമായി രാഹുൽ മാക്കൂട്ടം മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിലൂടെയാണ് പിണറായിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള എല്ലാ ചേരിയും, അതായത് UDFൻ്റെ കംപ്ലീറ്റ് ചേരിയും ഇന്ന് പൊതുസമൂഹം എന്ന് ആയ വിഭാഗം എന്ന് പറയുന്നത് രാഹുൽ മാക്കൂട്ടത്തിലൂടെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ, UDFനെ. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കളത്തിൽ ചവിട്ടി കയറുകയല്ല ചെയ്യുന്നത്. രാഹുൽ മാക്കൂട്ടമാണ് കളം നിറഞ്ഞു കളിക്കുന്ന കളിക്കാരൻ. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം ഇല്ല എങ്കിൽ കൃത്യമായിട്ടും ഇവിടെ കോൺഗ്രസ് ഇല്ല, UDF ഇല്ല. അതാണ് ഇപ്പോൾ ഓരോ ഘട്ടം കഴിയും തോറും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസം. അതുകൊണ്ട് ചില വനിതാ മാധ്യമ പ്രവർത്തകരെന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. അപ്പം ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പൊതുവെ പറയാറുണ്ട്. കാരണം ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ഈ 3 വിഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 4ാം വിഭാഗം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർ, പത്രപ്രവർത്തകർ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ 4ാം തൂണ് എന്ന് അവകാശപ്പെടുന്ന ഈ മാധ്യമപ്രവർത്തകരിൽ അപൂർവം ചില പുഴുക്കുത്തുകൾ വെറും 4ാം കിട പണി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇത്തരം ചില സംഭവവികാസങ്ങൾ. നമുക്കറിയാം ഇപ്പോൾ മാധ്യമപ്രവർത്തകരിൽ പലരും വെറും 4ാം കിട പണിക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ശരി, നിങ്ങൾ എത്ര കടന്നുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അതുതന്നെയാണ് പറയാനുള്ളത്. ഇനിയും നിങ്ങൾക്ക് വേണേൽ പീഡന പരാതികൾ കൊണ്ടുവരാം, പീഡന പരാതികളുടെ ഘോഷയാത്രകൾ കൊണ്ടുവരാം. അങ്ങനെയുള്ള പല കളികളും നടക്കും. ഈ കളികളെല്ലാം ബഹുജനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നീതിബോധമുള്ള പൊതുസമൂഹം പുച്ഛിച്ച് വെറും അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ എത്രയെല്ലാം പീഡന പരാതി കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് ഈ എവിടെയും തൊടാത്ത കുറച്ച് വാർത്തകൾ സൃഷ്ടിക്കാൻ സാധിക്കും. അത് മാത്രമേ നിങ്ങളെക്കൊണ്ട് സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ വീണ ജോർജിൻ്റെ അഭിനയം പോലെ നിങ്ങൾക്ക് കുറേ അഭിനയങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും. ആ അഭിനയങ്ങളിലൂടെ നിങ്ങൾക്ക് ആർമാദിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ ആനന്ദിച്ചിരിക്കാനും സാധിക്കും. അതിനപ്പുറം മറ്റൊന്നുമില്ല. രാഹുൽ മാക്കൂട്ടത്തിലൂടെയാണ് ഇന്ന് പൊതുസമൂഹം കോൺഗ്രസിനെ കാണുന്നത്. രാഹുൽ മാക്കൂട്ടത്തിലൂടെയാണ് പൊതുസമൂഹം UDFനെ കാണുന്നത്. രാഹുൽ മാക്കൂട്ടത്തിലൂടെയാണ് പൊതുസമൂഹം ഇപ്പം പ്രതിപക്ഷത്തിൻ്റെ ശരിക്കുള്ള ഒരു പ്രതീക്ഷ ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തെ ഒരിക്കലും നിങ്ങൾക്കാർക്കും, നിങ്ങൾ എത്ര ഈ SSPക്കാർ എത്ര കടന്നുകൊണ്ട് മെനഞ്ഞു കഴിഞ്ഞാലും രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല. കാരണം ആ കാലം കടന്നുപോയി. ഈ അശ്ലീല ആഭാസ കഥകളും ഈ 4ാം കിട തര പ്രവൃത്തിയിലൂടെ ചില സ്ത്രീകളെ വെച്ചുകൊണ്ടുള്ള ഈ അളിഞ്ഞ അശ്ലീല ആഭാസ കളികൾ, അതിലൂടെയൊന്നും ഇനിയൊന്നും ഒരു നേതാവിനെയും അങ്ങനെ ഒതുക്കി ഇല്ലാതാക്കാം എന്നുള്ള
ആ വ്യാമോഹം, ആ SSPയുടെ ആ ഒരു വ്യാമോഹം അതൊക്കെ വല്ല കുപ്പത്തൊട്ടിയിലും കൊണ്ട് കളയേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ കുപ്പത്തൊട്ടിയിൽ വീണ് കഴിഞ്ഞ് കിടക്കുന്നു എന്നുള്ളതല്ലാതെ മാണിക്യം എന്നും മാണിക്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാണിക്യത്തെ നിങ്ങൾ എത്ര കുപ്പത്തൊട്ടിയിൽ എറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പോയി കുപ്പത്തൊട്ടിയിൽ വീഴുന്നു എന്നുള്ളതല്ലാതെ മാണിക്യം എന്നും മാണിക്യമായിട്ട് തന്നെ നിലനിൽക്കും. അതുതന്നെയാണ് ഇവിടെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. താങ്ക് യു.